സെക്രട്ടേറിയറ്റിനു മുന്നിൽ പ്രതിഷേധം കടുപ്പിച്ചിട്ടും CPO റാങ്ക് ലിസ്റ്റിലെ ഉദ്യോഗാർത്ഥികളെ ചർച്ചയ്ക്ക് വിളിക്കാതെ സർക്കാർ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി പൂർത്തിയാകാൻ വെറും 9 ദിവസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത്. ഉദ്യോഗാർത്ഥികളുടെ നിരാഹാര സമരമാകട്ടെ ഇന്ന് 8ാം ദിവസമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉദ്യോഗാർത്ഥികളുമായി സംസാരിച്ചപ്പോൾ വ്യക്തമാക്കിയ കാര്യമാണ് 570 ഒഴിവുകൾ ഔദ്യോഗികമായി ഉണ്ട് എന്ന വിവരാവകാശ നിയമപ്രകാരം വ്യക്തമായിട്ടുള്ളതാണ്. ഈ 570 ഒഴിവുകൾ ഉണ്ടായിട്ടും ആ ഒഴിവുകളിലേക്ക് സർക്കാർ നിയമനം നടത്താത്തതിനെ തുടർന്നാണ് ഇപ്പോൾ ഈ വനിതാ CPO ഉദ്യോഗാർത്ഥികൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ വിവിധങ്ങളായ സമര രീതികൾ ആവിഷ്കരിച്ചുകൊണ്ട് 8 ദിവസമായി നിരാഹാര സമരം കിടക്കുന്നത്. കഴിഞ്ഞ ദിവസം കണ്ണുകൾ മൂടിക്കെട്ടിയും ശയനപ്രദക്ഷിണം നടത്തിയും മുട്ടിലിഴഞ്ഞും ആണ് സമരം ആവിഷ്കരിച്ചിരുന്നത്. വരും ദിവസങ്ങളിലെങ്കിലും ചർച്ചയ്ക്ക് കടക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് അവരുള്ളത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി സമരവേദിയിൽ നിന്നും തിരുവനന്തപുരത്ത് നിന്നും വിഷ്ണു കരുണാകരൻ ചേരുന്നുണ്ട്. വിഷ്ണു, ഒരാഴ്ചയും പിന്നിട്ടിപ്പോൾ സമരം നീളുകയാണ്. ഇനിയും ഒരു ചർച്ചയ്ക്ക് ഉള്ള സാധ്യതയൊന്നും കാണുന്നില്ല എന്ന് തന്നെയാണോ? അതുല്യ, ഇപ്പോൾ പ്രതിഷേധം ആരംഭിച്ച് ഇപ്പോൾ നിരവധി ദിവസങ്ങളായിരിക്കുകയാണ്. ഇന്ന് നിരാഹാര സമരം 8ാം ദിവസത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ ഘട്ടത്തിലും ഒരു ചർച്ചയും നടന്നിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. ഈ ഒരു സാഹചര്യത്തിലും പ്രതിഷേധം തുടരുന്നു എന്നുള്ള ഒരു അവസ്ഥയിലാണ് ിന്റെ ഒരു സാഹചര്യം. എന്നാൽ ഇവർക്ക് അതായത് 1000-ൽ താഴെ മാത്രം റാങ്ക് പട്ടികയിലുള്ള ആളുകൾ നിരവധിയുണ്ട്. അതിൽ 300-ൽ താഴെ റാങ്കിൽ ഉള്ള ആളുകൾ പോലും, ജോലി പ്രതീക്ഷയോടെ തന്നെ റാങ്ക് പട്ടികയിലുള്ള ആളുകൾ പോലും ഈ പ്രതിഷേധത്തിന് ഇറങ്ങേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. ഈ ഒരു ഘട്ടത്തിൽ തന്നെ പല അവസരത്തിലും ഇവർക്ക് സർക്കാരുമായി ഒരു തരത്തിലുള്ള ചർച്ചയ്ക്കുള്ള സാധ്യതയും ഒരുങ്ങുന്നില്ല. ആ ഒരു സാധ്യത തയ്യാറാകാതെ വരുമ്പോഴാണ്, അതായത് ഒരു ചർച്ചയ്ക്കായുള്ള ശ്രമം നടത്തുന്നു, പലതവണയും ഓരോ ആവശ്യങ്ങളുമായി രംഗത്ത് പോകുന്നു. ഈ ഒരു ഘട്ടത്തിലാണ് ഈ പ്രതിഷേധവുമായി നിൽക്കുന്നത്. നിങ്ങൾ ഏതെങ്കിലും ഒരു ചർച്ചയ്ക്കുള്ള സാധ്യത എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, ഇതുവരെ ഞങ്ങളെ ചർച്ചയ്ക്ക് വിളിക്കുമോ അങ്ങനെയുള്ള ഒരു സാധ്യത ഉണ്ടായില്ല. ഞങ്ങൾ അതിനു വേണ്ടി റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇന്നലെ പോയിട്ട്. ആരെയൊക്കെയാണ് കാണാൻ ശ്രമിച്ചത്? ഞങ്ങള് ശിവൻകുട്ടി സാറിനെ കാണാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. കണ്ടിട്ടുണ്ട്. അപ്പോൾ ചർച്ചയ്ക്ക് വിളിക്കാനുള്ള എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുമെങ്കിൽ ചെയ്തു തരാന്നുള്ള രീതിയിലാണ് സംസാരിച്ചത്. വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമാണ്, 10-ൽ താഴെ ദിവസങ്ങളാണ് ഇനിയുള്ളത്. ആ സമയത്ത് ഇനി എന്തെങ്കിലും ഒരു പ്രതീക്ഷയുണ്ടോ? ഇന്ന് ക്യാബിനറ്റ് ഉണ്ട് എന്ന് അറിഞ്ഞു. അപ്പോൾ അതിൽ ഞങ്ങളെ ഒരു ഫയലുണ്ട്, അത് പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് പേരെങ്കിലും അത് അവർ കയറിപ്പോവും. അത് വലിയൊരു ഉപകാരമായിരുന്നു. അത്രയും വീടുകൾ രക്ഷപ്പെട്ടു പോകും. ഇപ്പൊ 300-ൽ താഴെ റാങ്ക് ലിസ്റ്റിലുള്ള ആളുകൾ പോലും ഒരുപാട് പേരില്ലേ നിങ്ങളെ? ഉണ്ട്, ഒത്തിരി പേരുണ്ട്. ഞങ്ങളെല്ലാവരും ഇതിനു വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് ഇവിടെ നിൽക്കുക. ഇന്ന് എന്തേലും ഒരു നല്ലൊരു വാർത്ത ഉണ്ടാവണം എന്നാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ തെരുവിൽ കിടക്കുന്നത്. ഒത്തിരി സങ്കടമുണ്ട് ഞങ്ങളിവിടെ വന്നിട്ട് കിടക്കുമ്പോൾ. ഏതായാലും ഇപ്പോൾ അതുല്യ, നമ്മൾ കാണുന്ന പോലെ തന്നെ അവർക്ക് ഈ മന്ത്രിസഭാ യോഗത്തിൽ പോലും പ്രതീക്ഷ അർപ്പിച്ച് നിൽക്കുകയാണ്. ഇനി അവരുടെ ഒരു ഫയല് പാസ്സാക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ട് എന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ ഈ പ്രതിഷേധം കണ്ട് സർക്കാർ ഒരു അനുകൂല തീരുമാനത്തിലേക്ക് കടക്കുമെന്നുള്ള പ്രതീക്ഷയാണുള്ളത്. ഈ പ്രതിഷേധം സർക്കാരിനെ ചൊടിപ്പിക്കാനല്ല, കണ്ണു തുറക്കാനാണ് എന്ന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വരെ ഇവർ ആവർത്തിച്ച് പറയുന്നുണ്ട്. ഇപ്പോഴും അത് തന്നെയാണ് പറയുന്നത്. പ്രതിഷേധങ്ങൾ സർക്കാരിന് എതിരായല്ല, ഇവരുടെ അവസ്ഥ സർക്കാർ കാണാൻ വേണ്ടിയാണ് എന്ന് തന്നെയാണ്. CPO റാങ്ക് ഹോൾഡേഴ്സ് നേരത്തെയും പ്രതിഷേധവുമായി രംഗത്ത് വന്ന ഒരു പക്ഷമുണ്ട്. അവരും ഇതുപോലെ കാലാവധി കഴിഞ്ഞ് തിരിച്ചുപോയവരാണ്. എന്നാൽ അതുപോലെ അത്രയും ഭീമമായ ഒരു എണ്ണം ഇവിടെ ഇല്ല. വളരെ കുറച്ചു പേർ മാത്രമാണ് അഡ്വൈസ് നൽകാൻ സാധ്യത ഉള്ള ഒരു പക്ഷം തന്നെയാണ്. അതായത് 300-ൽ താഴെ മാത്രം റാങ്ക് പട്ടികയിലുള്ള നിരവധി പേരിവിടെ ഉണ്ട്. അവർക്കെങ്കിലും ജോലി നൽകുക എന്നുള്ളൊരു ആവശ്യമാണ് ഇവർ ഉന്നയിക്കുന്നത്. അത് വളരെ ന്യായമായ ആവശ്യം തന്നെയാണ്. അവസാന ഘട്ടത്തിലേക്ക് 1 വർഷം പിന്നിടുമ്പോൾ പോലും വേണ്ട രീതിയിലുള്ള ഒരു നിയമനം നടന്നിട്ടില്ല എന്നുള്ളതാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്നത്. ഏതായാലും നിരാഹാര സമരമടക്കം മുട്ടിലഴിഞ്ഞുമൊക്കെ പ്രതിഷേധിച്ചു. ഈ ഒരു ഘട്ടത്തിൽ നിരവധി പ്രതിഷേധവുമായി രംഗത്ത് വരുമ്പോൾ പോലും ആരും പിന്തുണയായി എത്തിയില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. 8ാം ദിവസത്തിലേക്ക് നിരാഹാര സമരം എത്തി നിൽക്കുന്നു. ഇന്നെങ്കിലും സർക്കാരിന്റെ കണ്ണു തുറക്കുമെന്നുള്ള പ്രതീക്ഷ. ഇനി പ്രവൃത്തി ദിവസങ്ങളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ ഈ 10 ദിവസത്തിൽ താഴെ എന്ന് പറയുന്നത് അതിൽ നിന്നും വീണ്ടും കുറയും. അതായത് വിഷു എല്ലാം ഇതിനുള്ളിലാണ് വരുന്നത്. അങ്ങനെയുള്ളൊരു സാഹചര്യം കൂടി ഇവിടെ നിൽക്കുകയാണ്. ഏതായാലും വലിയ പ്രതീക്ഷയോടെ തന്നെയാണ്
ഈ CPO റാങ്ക് ഹോൾഡേഴ്സ് ഈ സെക്രട്ടേറിയറ്റ് നടയിൽ പ്രതിഷേധവുമായി ഇരിക്കുന്നത്. ഇന്നെങ്കിലും അടുത്ത ദിവസങ്ങളിലെങ്കിലും ഈ പ്രതിഷേധിക്കുന്നവരിൽ ഒരു ചെറിയ വിഭാഗത്തിനെങ്കിലും ജോലി നൽകുമെന്നുള്ള പ്രതീക്ഷയാണ് ഇവർക്കുള്ളത്. അതില് വിഷ്ണു, ഇനിയിപ്പോൾ വരും ദിവസങ്ങളിൽ വലിയ മഴയൊക്കെ പ്രവചിച്ചിട്ടിരിക്കുന്ന ഒരു സമയമാണ്. ഇത്തരത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാപ്രവർത്തകരുടേതിന് സമാനമായ രീതിയിൽ ഒരു സമരരീതിയിലേക്ക് അവർക്ക് പോവേണ്ടി വരികയാണെങ്കിൽ അത് കൂടുതൽ സങ്കീർണതകളിലേക്ക് പോകില്ലേ? പ്രത്യേകിച്ചും ഇത്തരത്തിൽ രാത്രിയും അതുപോലെ തന്നെ രാവിലെയും എല്ലാം പ്രാഥമിക കൃത്യങ്ങളടക്കം നിർവഹിക്കേണ്ടി വരുന്ന ആ ഒരു സമയത്ത് പോലും ഇത്തരത്തിൽ തെരുവിൽ തന്നെ കഴിയേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ്. ഇനി ഈ മഴ കൂടി എത്തുമ്പോൾ അത് കൂടുതൽ ബുദ്ധിമുട്ടാകും. എന്തായാലും സമരത്തിൽ നിന്ന് പുറകോട്ടില്ല എന്ന് തന്നെയാണോ തീരുമാനം? അതുല, തീർച്ചയായിട്ടും ഈ സമരത്തിന്റെ പ്രധാന ആവശ്യം എന്ന് പറയുന്നത് അവരുടെ ന്യായമായ ആക്കുക എന്നുള്ളത് തന്നെയാണ്. ഈ CPO റാങ്ക് ഹോൾഡേഴ്സിലെ റാങ്ക് പട്ടികയിലുള്ള ഒരു വിഭാഗം ആളുകൾക്ക് എല്ലാവർക്കും ജോലി നൽകിയില്ലെങ്കിൽ പോലും ഒരു പകുതിയിലടുത്തെങ്കിലും ആളുകൾക്ക് ജോലി നൽകുക എന്നുള്ളതാണ്. അതായത് 1000 താഴെ മാത്രം റാങ്ക് പട്ടികയാണുള്ളത്. ആ റാങ്ക് പട്ടികകൾക്കുള്ളിലുള്ള ആൾക്കാർക്ക് ജോലി നൽകണം. അതിനുള്ള വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല, എന്നാൽ വേക്കൻസികൾ ഉണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. ഈ ഒരു ഘട്ടത്തിൽ മറ്റേത് പ്രതിസന്ധിയും തരണം ചെയ്തുകൊണ്ട് പ്രതിഷേധം തുടരാൻ തന്നെയാണ് അവരുടെ തീരുമാനം. അവസാന ദിവസം വരെ പ്രതിഷേധിക്കുന്നത് നേടിയെടുക്കാൻ ഉദ്ദേശിക്കുന്നത് അവരുടെ അർഹതപ്പെട്ട ജോലിയാണ്. സംസ്ഥാന സർക്കാർ കണ്ണു തുറക്കും എന്നുള്ള പ്രതീക്ഷയോടെ തന്നെയാണ് ഇവിടെ സെക്രട്ടേറിയറ്റ് പടിക്കൽ പ്രതിഷേധവുമായി രാപ്പകൽ സമരത്തിന് ഇരിക്കുന്നത്.